സ്കൂള്, കോളേജ്, കച്ചവടം, ബിസിനസ്, ഇത് മാത്രമാണ് ദീനിന്റെ മദ്രസ. 10 ഇവിടെ എത്ര ക്ലാസ് മദ്രസ്? 10. അൽഹംദുലില്ലാഹ്. 10 എത്ര കിടക്കുണ്ടോ? 4 4 അൽഹംദുലില്ലാഹ്. ഞാൻ ചെല്ല പോലെ അതങ്ങനെ കണക്കിന് എത്ര വേണായത്? 5ാം ക്ലാസ്സിൽ 21, 7ാം ക്ലാസ് എത്തുമ്പോൾ 17, 10 എത്തുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കടിമപക്ഷ 10 ആളെങ്കും വേണ്ടേ? 4 ആള് മക്കളെ മാത്രം ദൂരാമ. ആ മക്കളെ അബ്ബവും അവിടെ ഒത്തുണ്ടു. ആ കിടാവ് എന്തോ ചൊന്ന തമാശക്ക് ഞാനെന്നെ പോണില്ല. അപ്പൊ നക്കാവല്ല, നക്ക് ഭയങ്കര ടൈറ്റാവും. നീ ടൈറ്റാവും എന്താ ഇവിടെ തുന്ന വേണ്ട മനി. അവൻ ചെന്ന നക്ക് ഭയങ്കര കഷ്ടാവും. സ്കൂളുണ്ട് അതുകൊണ്ട് അവന് ഒത്തിട്ട് അബ്ബമ്മ ചെന്നല്ല. പിന്നെന്താക്കറോ മോളും ചൊന്നാളങ്ങനെ ഞാനെന്നെ പോണില്ല. അപ്പം വന്നിട്ട് ഉസ്താദോട് ചൊന്നോന്നില്ല. ഉസ്താദ് എൻ്റെ മോളതിന് വരില്ല. 10ാം ക്ലാസ് എന്തും ഇല്ല. എന്താ 7ാം ക്ലാസ് എന്തും ഇല്ല ഉസ്താദ് എൻ്റെ മോള്. എന്താ ബെൽദായാൾ അതേ മോള് വിവേകാനന്ദ കോളേജും ആൾവാസുക്കും ഊൾവാസുകളെല്ലാം പോണ്ട ആള്. അപ്പൊ ചെറുതാ കാലിന്റെ അടിയിലുള്ള മദ്രസക്ക് വരുമ്പോ നിന്റെ മോള് ബെൽദായ ഇൽമു മുടക്കിയ അള്ളാന്റെ ദീന് പഠിക്കുന്നതിൽ നിന്നിട്ട് അവളെ മാറ്റിയത് വലിയാള്. അവൾക്ക് ചങ്കിയാവുട്. പിന്നെ പുറത്തൊക്കെ കടത്തുമ്പോ ഉള്ള ബസ്സിലെല്ലാം കയറിയിട്ട് പഠിക്കുമ്പോ പുറത്തൊക്കെ കടത്തണ്ടാന്ന പഠിപ്പിക്കണ്ടെന്നല്ല, പഠിപ്പിക്കണം. പക്ഷെ കാലിലടിയിലുള്ള മദ്രസ നിനക്ക് പെടുത്തു. മദ്രസക്ക് വരുമ്പോ ബെൽദായ എന്ത് മദ്രസക്ക് വരുമ്പോ ബെൽദാവോ, സ്കൂളിൽ പോകുമ്പോ കോളേജിൽ പോകുമ്പോ ചെറുതാവോ. നിന്റെ മോളത് സ്പ്രിംഗ. നാളെ അല്ലാഹു തആല ചോദിക്കും അവിടെ ആ മക്കളെ അതാ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പേരില കുറഞ്ഞു പോയ ഇൽമ ഇബാദത്തിന്റെ കാരണമായി, അതിന്റെ കാരണമായി ആ മക്കളെ അല്ലാഹു നാളെ നരകത്തേക്ക് വലിച്ചെറിയുമ്പോ ആ മക്ക അല്ലാഹുവിനോട് പറയുന്നെന്തറിയാ? പടച്ചറബ്ബറോട്ട് ചൊല്ലെന്തരകൊണ്ടുണ്ടാ അല്ലാ കത്തിയാളെന്ന നരകത്തേക്ക് നീ ഞങ്ങളെ വലിച്ചെറിയറമാ.